ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. കമാൻഡർ പാർട്ട് 5. ബാസ്റ്റേഡ്. ഹൈദറുടെ കനത്ത കൈത്തലം ഒരു ഉൽക്കയായ അൻസാറുടെ മുഖത്താഞ്ഞു വീണു. മരവിച്ച് നിന്നുപോയി അൻസാർ. പോടാ എൻ്റെ മുമ്പിൽ നിന്ന്, ഹൈദർ അലറി. തൈമൂറിൻ്റെ നാവിൻ തുമ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് എന്തേ നീ ചിന്തിക്കാതെ പോയി? അവന്മാർ ആഞ്ഞടിച്ചപ്പോൾ ഒരു ഫീരുവിനെ പോലെ ഒളിച്ചു നിന്നിരിക്കുന്നു. കഷ്ടം. അൻസാറിൻ്റെ തൊണ്ടയിൽ വാക്കുകൾ ചത്തുകിടക്കുകയായിരുന്നു. തൈമൂറിനെ അർജുൻ രക്ഷിച്ചുകൊണ്ട് പോയത് തിരുത്താനാവാത്ത തെറ്റാണെന്ന് അൻസാറിനും അറിയാം. പക്ഷേ താൻ അവിടെ എതിർത്ത് നിന്നിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒരു ശവശരീരം കൂടി ശേഷിക്കുമായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഹൈദറോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അയാൾക്കറിയാം. കാരണം കോപം കത്തി നിൽക്കുന്ന സമയമായതിനാൽ ഹൈദർ തൻ്റെ നേരെ ഒരു വെടിയുണ്ട പായിക്കാൻ മടിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. അസ്വസ്ഥനായ ഹൈദർ മുറിയിൽ അങ്ങിങ്ങുലാത്തുമ്പോൾ ഒരു ഫോൺ സന്ദേശം അയാളെ തേടിയെത്തി. അപ്പുറത്ത് ആഭ്യന്തരമന്ത്രി സുകുമാരൻ നായരായിരുന്നു. ചതിച്ചടോ ഹൈദറെ, ബോംബെയിൽ നിന്ന് എത്തിയവനെ അരുൺ വിട്ടയച്ചു. വാട്ട്? ഹൈദർ അലറി. എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തവനെയോ? ആ, കൊന്നു കളയും ഞാൻ. എന്ത് ഭ്രാന്താണ് അരുൺ കാണിച്ചത്? അവന്റെ കുറ്റമല്ല. DGPയുടെ ഉത്തരവ് കിട്ടിയാൽ അവനെ അനുസരിക്കാതിരിക്കാനാവുമോ? ഗോപാൽ ശങ്കർ എന്തിനിത് ചെയ്തു? കിടപ്പറയിൽ കടന്ന് നെഞ്ചിൽ റിവോൾവർ ചേർത്ത് അമർത്തിക്കൊണ്ട് അർജുൻ കൽപ്പിച്ചപ്പോൾ DGP അനുസരിച്ചു പോയി. ഛേ, അവൻ എന്തെങ്കിലും വിവരങ്ങൾ വിട്ടു പറഞ്ഞിരുന്നോ? ഇല്ല. അതെ, കാത്തു സൂക്ഷിക്കാൻ വയ്യെങ്കിൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാമായിരുന്നില്ലേ? അവനിൽ നിന്ന് രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ ചോർത്തുമായിരുന്നല്ലോ. സുകുമാരൻ നായർ ചിരിച്ചു. തൈമൂറിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ ചോർത്തി? അതിനുത്തരം നൽകാൻ ഹൈദറിന് കഴിഞ്ഞില്ല. അർജുൻ കസരയിൽ പിന്നോട്ടാഞ്ഞമർന്നു. അയാളുടെ ചുണ്ടിലൊരു ചുരുട്ട് എരിഞ്ഞുകൊണ്ടിരുന്നു. അർജുന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് ആ മുഖഭാവം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. ആ വിശാലമായ മുറിക്കുള്ളിൽ ഒരു കിടക്കയിൽ ഇനിയും മയക്കം വിട്ടുണരാത്ത തൈമൂറുണ്ട്. ഹൈദറുടെ താവളത്തിൽ നിന്നും തൈമൂറിനെ ഇവിടെ എത്തിച്ചിട്ട് 1 മണിക്കൂറിലധികമായിരിക്കുന്നു. അർജുൻ വാച്ച് നോക്കി. അവർ വൈകുന്നതെന്തേ? ഇനി വരില്ലെന്ന് ഡോക്ടർ വാശി പിടിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ തനിക്ക് നേരിട്ട് പോകേണ്ടി വരും. അയാൾ ഓർത്തു. സുന്ദര റെഡ്ഡിയുടെ മകനായിട്ടല്ല, ബോംബെ അധോലോകത്തിലെ കിരീടം വെക്കാത്ത ചക്രവർത്തിയായിട്ട് തന്നെ. പുറത്തൊരു വാഹനം ബ്രേക്ക് ചെയ്തു. അർജുൻ മെല്ലെ തലയിളക്കി. അനുയായികൾ കടന്നു വരുന്നു. അവർക്കൊപ്പം ഡോക്ടർ രഘുവരനും ഉണ്ടായിരുന്നു. നഗരത്തിലെ പ്രശസ്ത സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് രഘുവരൻ. പോരെങ്കിൽ പുതിയ DIG അരുണിന്റെ ജ്യേഷ്ഠം കൂടിയാണ് രഘുവരൻ. അയാൾ പകച്ച ഭാവത്തിൽ അർജുനെ നോക്കി. പേടിക്കണ്ട, നിങ്ങളെ കൊല്ലാനൊന്നുമല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് ശത്രുതയുമില്ല. അതൊക്കെ അരുണിനോട് മാത്രം. ഏതാനും സെക്കൻഡുകൾ രഘുവരൻ മിണ്ടാതെ നിന്നു. അപ്പോൾ അർജുൻ പറഞ്ഞു, ആ കട്ടിലിൽ കിടക്കുന്നത് എൻ്റെ ഡാഡിയുടെ വിശ്വസ്തനായ ഒരു നായ്ക്കുട്ടിയാണ്. ഇപ്പോൾ അയാൾക്ക് ജീവൻ ബാക്കിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചലനമില്ല, സംസാരമില്ല. ഡോക്ടറുടെ കണ്ണുകൾ തൈമൂറിലേക്ക് നീണ്ടു. എനിക്ക് അയാളെ പഴയ രൂപത്തിൽ വേണം. നിങ്ങൾ അങ്ങനെ ആക്കി തരണം. പ്രതിഫലമായി നിങ്ങൾക്ക് എന്തും ചോദിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. ഇക്കാര്യം ഡോക്ടറിൽ നിന്ന് മറ്റൊരാൾ പോലും അറിയാനിടയാകരുത്. അങ്ങനെ വന്നാൽ പിന്നീട് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനായിരിക്കില്ല. അർജുൻ ഒരു സ്റ്റൈൻ ഗൺ വലിച്ചെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഡോക്ടറുടെ കണ്ണുകളിൽ ഭീതി പടർന്നു കയറി. ചുണ്ടുകൾ വിറച്ചു. ഞാൻ ആരോടും ഒന്നും പറയില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഡോക്ടർ രഘുവരൻ തൈമൂറിന്റെ കിടക്കക്കരികിലേക്ക് നടന്നു. അടുത്ത ദിവസം അവർ ഒത്തുകൂടി. ചീഫ് മിനിസ്റ്റർ രംഗനാഥ്, ഹോം മിനിസ്റ്റർ സുകുമാരൻ നായർ, DIG അരുൺ, ഹൈദർ. ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. കാരണം എല്ലാവരുടെയും ഭാഗങ്ങളിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ട് കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവൻ കളിക്കുന്നത് ആയുധം കൊണ്ടാണ്. അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തേ പറ്റൂ. അവനെ ഇങ്ങനെയിട്ട് കളിപ്പിച്ചാൽ നമ്മൾ നമ്മുടെ ജീവൻ സ്വയം അവന് നൽകുകയാണ്. മരണത്തിന്റെ രൂപത്തിൽ എപ്പോഴും അവൻ നമ്മുടെ പിന്നാലെയുണ്ട്. സുകുമാരൻ നായരുടെ വാക്കുകളിൽ പ്രകടമായ പതർച്ചയുണ്ടായിരുന്നു. അതിനൊരു അനുബന്ധം എന്ന നിലയിൽ അവിടേക്ക് വന്ന അൻസാർ ശക്തിയായി കിതച്ചു. എല്ലാവരും ചുളിഞ്ഞ നെറ്റിയോടെ അയാളെ നോക്കി. ഓടിത്തളർന്ന നായെപ്പോലെ കിതയ്ക്കുകയായിരുന്നു അൻസാർ. ഹൈദറുടെ കണ്ണുകൾ അയാളുടെ മുഖത്തു തന്നെ തറഞ്ഞു നിന്നു. എന്തു പറ്റി അൻസാർ? അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും ഉത്കണ്ഠയുടെ വാക്കുകൾ മുറിഞ്ഞു വീണു. അവർ എൻ്റെ പിന്നാലെ വന്നു. ഒരുവിധം ജീവൻ രക്ഷിക്കുകയായിരുന്നു ഞാൻ. അവർ നമ്മുടെ ഗോഡൗൺ തകർത്തു. എല്ലാം കത്തി എരിയുകയാണ്. തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വീണതുപോലെ ഹൈദർ ഞെട്ടി. പറയടാ, ആരാണ് ഈ തന്തയ്ക്ക് പിറക്കാഴ്ക കാണിച്ചത്? അർജുൻ, അവന്റെ ആൾക്കാർ. ഹൈദറുടെ കണ്ണുകളിൽ ഇരുൾ നിറഞ്ഞു. അവൻ ആഞ്ഞടിക്കുകയാണ്.
എങ്ങനെയും അവന്റെ സങ്കേതം കണ്ടെത്തണം, തിരിച്ചടി കൊടുക്കണം. തന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടുന്നത് ഹൈദർ ഭാവനയിൽ കണ്ടു. വളരെ വർഷങ്ങളായി കാത്തിരുന്ന് കിട്ടിയ സ്ഥാനമാണ്. അത് നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയുമോ? ഇനി ഗോഡൌണിലേക്ക് പോയിട്ട് കാര്യമില്ലെന്ന് ഹൈദറിനറിയാം. ഏറെ നേരം അയാൾ ഒന്നും സംസാരിച്ചില്ല. ആ മാനസികാവസ്ഥ ഊഹിക്കാൻ കഴിയുമായിരുന്നതിനാൽ മറ്റാരും ഒന്നും സംസാരിച്ചുമില്ല. ഹൈദർ തന്നെയാണ് മൗനം മുറിച്ചത്. തൈമൂറിന് തീർച്ചയായും വൈദ്യസഹായം ഇല്ലാതെ ജീവിക്കാനാവില്ല. അതിന് അർജുൻ ഏതെങ്കിലും ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ടോ എന്നറിയണം. വളരെ രഹസ്യമായിരിക്കണം നീക്കം. അതിലൂടെ നമുക്ക് ആ ബാസ്റ്റേഡിന്റെ താവളം കണ്ടെത്താം. പിന്നെ കലാശക്കളി തുടങ്ങുകയാണ്. അവനെ എനിക്ക് വേണം. ഒരേ ഒരു മുഖാമുഖം, ആദ്യത്തതും അവസാനത്തതുമായിരിക്കണം അത്. ഹൈദറുടെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമരുകയാണ്. അയാളുടെ കണ്ണുകൾ സുകുമാരൻ നായരിലേക്ക് തെന്നി വീണു. ആഭ്യന്തരമന്ത്രിയാണെന്നും പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഒത്തുപിടിക്കേണ്ട ഒരു സംഗതിയാണിത്. അവനെതിരെ കരുത്തനായൊരു പോലീസ് ഓഫീസറെ കൂടി നമ്മൾ ഇവിടെ ഇറക്കണം. എങ്കിലേ കളി പൂർണ്ണമാവൂ. പോലീസ് ഓഫീസർക്ക് അവനാണെന്ന് കാണിച്ച് നമ്മൾ ശക്തമായൊരടി ആദ്യമേ തന്നെ നൽകണം. അതോടെ അയാൾ അവൻ്റെ പിന്നാലെ ആയിക്കോളൂ. ഈ രാജ്യത്തെ പോലീസ് മുഴുവൻ അവനെതിരെ തിരിയണം. ഹൈദറുടെ കണ്ണുകളിൽ തെളിഞ്ഞുമായുന്ന തന്ത്രങ്ങൾ സുകുമാരൻ നായർ വായിച്ചറിഞ്ഞു. അയാൾ തലയിളക്കി. ഏതായാലും അർജുൻ ജീവനുള്ളിടത്തോളം കാലം തങ്ങൾക്ക് ഇവിടെ ഒരു ഭരണം നടത്താൻ കഴിയില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. എന്നും രാത്രിയിൽ ഡോക്ടർ രഘുവരനെ അർജുൻ്റെ ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. തൈമൂറിൻ്റെ നിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. അയാൾക്കിപ്പോൾ സംസാരിക്കാൻ കഴിയും. എണീറ്റിരിക്കാനോ നടക്കാനോ ആവില്ലെന്ന് മാത്രം. സംസാരശേഷി തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ തനിക്കുണ്ടായ ദുരന്തങ്ങൾ അത്രയും അയാൾ അർജുനെ പറഞ്ഞു കേൾപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളും. അർജുൻ്റെ കണ്ണുകളിൽ തീയെരിഞ്ഞു. വാക്കുകൾ തീപ്പൊരികളായി ചിതറി വീണു. തൈമൂർ, ഞാൻ തുടങ്ങുകയാണ്. സുന്ദര റെഡ്ഡിയുടെ കുടുംബം തകർത്തവരിൽ ഒരാളെ പോലും ഞാൻ ബാക്കി വെക്കില്ല. അച്ഛൻ്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് ഞാൻ എടുത്ത പ്രതിജ്ഞയാണത്. ഇനി എനിക്ക് ഒരു ലക്ഷ്യം മാത്രം. അർജുൻ വെട്ടിത്തിരിഞ്ഞു. ക്രിസ്റ്റഫർ. എസ് സാബ്. വാത് കർട്ടൻ വകഞ്ഞു മാറ്റി കനത്ത കാലടികൾ അടുത്തു വന്നു. ക്രിസ്റ്റഫർ. തൈമൂർ കണ്ണുമിക്കാതെ അയാളെ നോക്കിക്കിടന്നു. അർജുൻ എന്ന പേരിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ ആ അധികായൻ തന്നെയായിരുന്നു അത്. DIG അരുൺ തല്ലി ചതച്ചിട്ടും നാവിൻ തുമ്പിലെ രഹസ്യങ്ങൾക്ക് തൻ്റെ ജീവന്റെ വിലയുണ്ടെന്നുള്ള പാഠം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നവൻ. സാബ്. ക്രിസ്റ്റഫർ അർജുൻ്റെ മുന്നിൽ നിറഞ്ഞു നിന്നു. നമുക്ക് തുടങ്ങണ്ടേ? ബോംബെ നമ്മെ കാത്തിരിക്കുകയാണെന്ന് ക്രിസ്റ്റഫർ മറന്നുപോയോ? നോ സാബ്. സ്റ്റൈൻ ഗണ്ണിൽ നിന്ന് പായുന്ന വെടിയുണ്ടയേക്കാൾ ശക്തിയുണ്ട് അങ്ങയുടെ വലത് കൈയിലെ നടുവിരൽ നിന്ന്. കേരളത്തിലുള്ളവരെ അറിയിക്കേണ്ട സമയം കഴിഞ്ഞു. യെസ്, നമുക്ക് തുടങ്ങും മുമ്പ് ഒരിടം വരെ പോകണം. എൻ്റെ വീട്ടിൽ, തിരുവല്ലത്ത്. അവിടെ ഒരു മുറിയിൽ കത്തിക്കരിഞ്ഞ് പിടഞ്ഞു തീർന്ന എൻ്റെ അമ്മയുടെ ആത്മാവുണ്ടാവും. അവിടെ എനിക്ക് എൻ്റെ മനസ്സിനെ ഒരു നിമിഷം അർപ്പിക്കണം. 15-ാം വയസ്സിൽ അച്ഛനോട് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ പിണങ്ങി ഇറങ്ങുമ്പോഴുള്ള അമ്മയുടെ ഹൃദയം പറഞ്ഞുള്ള നിലവിളി ഇന്നും എൻ്റെ കാതിലുണ്ട്. ഒരിക്കലെങ്കിലും അമ്മയെ ജീവനോടൊന്ന് കാണണമെന്നും ആ മടിയിൽ തലവെച്ച് മയങ്ങണമെന്നും ഒരുപാട് കൊതിയുണ്ടായിരുന്നു. അർജുൻ്റെ സ്വരത്തിൽ പ്രകടമായ പതർച്ചയുണ്ടായിരുന്നു. എല്ലാം കേട്ടുകിടക്കെ തൈമൂറും ആ പഴയ രംഗം ഓർക്കുകയായിരുന്നു. അർജുൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുവാൻ കോളേജിൽ ചേർന്നതിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെയായിരുന്നു ആ സംഭവം. കോളേജ് സമരം ആക്രമത്തിലേക്ക് വഴുതി വീണപ്പോൾ പ്രിൻസിപ്പൽ പോലീസിന്റെ സഹായം തേടി. അവർ കുട്ടികൾക്ക് നേരെ ലാത്തി വീശിയപ്പോൾ ആദ്യത്തെ മെറ്റൽ അവർക്ക് നേരെ പായിച്ചത് അർജുനായിരുന്നു. സംഭവം സുന്ദര റെഡ്ഡി അറിഞ്ഞു. മകനെ കുറ്റപ്പെടുത്തി. പിടിവാശിയിൽ അച്ഛനേക്കാൾ ഒരു പിടി കൂടി മുന്നിലായിരുന്നല്ലോ മകൻ. അദ്ദേഹം തന്നെ തൈമൂർ എന്ന് വിളിക്കുന്നത് കേട്ട് മകനും അങ്ങനെ തന്നെ വിളിച്ചു. അദ്ദേഹം അവനെ കൊണ്ട് തന്നെ ഇക്ക എന്ന് വിളിപ്പിക്കാൻ ആകുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷേ അവിടെ തോറ്റത് അദ്ദേഹം തന്നെ ആയിരുന്നല്ലോ. പക്ഷേ പോലീസുകാരെ എറിഞ്ഞ കേസ് അങ്ങനെ കളയുവാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. മകൻ വീട് വിട്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും അങ്ങനെ ചെയ്യുമെന്നൊരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ സംഭവിച്ചു പോയി. അതിൽ അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖവും ഉണ്ടായിരുന്നു. തൈമൂർ ചിന്തയിൽ നിന്നുണരുമ്പോൾ അരികിൽ അർജുനോ അയാളുടെ സന്തത സഹചാരി ക്രിസ്റ്റഫറോ ഉണ്ടായിരുന്നില്ല. തിരുവല്ലം. അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റിന് മുന്നിൽ കാർ നിന്നു. അർജുനും ക്രിസ്റ്റഫറും അതിൽ നിന്നിറങ്ങി. ഗേറ്റ് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇരുവരും മുഖാമുഖം നോക്കി. പിന്നെ ക്രിസ്റ്റഫർ റിവോൾവർ എടുത്ത് പൂട്ടിനോട് ചേർത്ത് വെച്ച് ട്രിഗർ അമർത്തി. പൂട്ട് തകർന്നു വീണു. ഗേറ്റ് തള്ളി തുറന്നു. ഇരുവരും കാറിൽ കയറി.
അത് ഡ്രൈവ് വേയിലൂടെ മുന്നോട്ട് നീങ്ങി. പോർച്ചിൽ ബ്രേക്ക് ഇട്ടു. അർജുൻ ചുറ്റും നോക്കി. വർഷങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ക്രിസ്റ്റഫർ ഇവിടെ തന്നെ ഉണ്ടാകണം പറഞ്ഞിട്ട് അർജുൻ വാതിക്കലെത്തി. അതും പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ അതും തകർത്തു. അർജുൻ അകത്തേക്ക് കാൽ വെച്ചു. കാൽ വെള്ളയിൽ ഒരു തരിപ്പ്. താൻ ഓടിക്കളിച്ചിരുന്ന വീട്. കെട്ടിക്കിടക്കുന്ന വായുവിൽ കത്തിക്കരിഞ്ഞ ശവശരീരത്തിന്റെ ഗന്ധമുണ്ടോ? അയാൾക്ക് അങ്ങനെ തോന്നി. അർജുൻ സാവധാനം ഓരോ മുറിയിലും കയറി ഇറങ്ങി. തൻ്റെ ബെഡ്റൂം ഇന്നും അത് പഴയതിൽ നിന്നും മാറ്റാതെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണെന്ന് അയാൾ അറിഞ്ഞു. അന്നത്തെ പോലെ തന്നെ എല്ലാം ചിട്ടയെ അടുക്കി വെച്ചിരിക്കുന്നു. വെങ്ങുന്ന ഹൃദയത്തോടെ അയാൾ തിരിച്ചിറങ്ങി. അടുക്കളയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്ന കുറേ വസ്തുക്കൾ. അവയ്ക്ക് നടുവിൽ ചോക്ക് കൊണ്ട് തറയിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അമ്മ കത്തിക്കരിഞ്ഞു വീണ സ്ഥലം, അവസാനമായി പിടഞ്ഞ സ്ഥലം. അർജുന്റെ ഹൃദയം വല്ലാതെ ഒന്ന് പിടച്ചു. ചുണ്ടുകളിൽ നിന്ന് അവ്യക്തമായി അക്ഷരങ്ങൾ ഉതിർന്നു. അമ്മേ, മാപ്പ്. ഈ മകൻ വൈകിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് അമ്മയെ നഷ്ടപ്പെടുമായിരുന്നില്ല. അവിടെ മുഴുവൻ അമ്മ നിറഞ്ഞു നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. കണ്ണുകളിൽ നിന്നും ചൂടുള്ള 2 തുള്ളി കണ്ണുനീർ താഴേക്കുരുണ്ട് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിരുന്ന തറയിൽ പതിച്ചു. വിട, ഇനി സംഹാരമാണ്. ശത്രുക്കളെ മുഴുവൻ തുടച്ചു നീക്കാതെ ഈ മകന് മടക്കയാത്രയില്ല. അച്ഛന്റെ ശവകുടീരത്തിന് മുകളിൽ സിംഹാസനം ഉറപ്പിച്ചിട്ടുള്ള ബാസ്റ്റേഡുകൾക്ക് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങൾ. അർജുൻ പിന്തിരിഞ്ഞു. അയാളുടെ കാലടി ഒച്ചകൾ ആ കെട്ടിടത്തിന്റെ ഓരോ കോണിലും മുഴങ്ങി. കണ്ണുകളിലും 2 സൂര്യന്മാർ കത്തി ജ്വലിക്കാൻ തുടങ്ങിയിരുന്നു. ഡോക്ടർ സത്യനേശൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഹൈദറുടെ ഫോൺ കോളാണ് കാരണം. അർജുനെ പറ്റിയുള്ള പരാമർശം. അവൻ വന്നിരിക്കുന്നത് പ്രതികാരത്തിനാണ്. അവന്റെ അച്ഛനെ കൊന്നവരെ ഒന്നും ബാക്കി വെക്കില്ലെന്നാണ് പ്രതിജ്ഞ. ഡോക്ടറും ഒന്ന് കരുതിയിരിക്കണം. കാരണം ഈ മരണത്തിൽ ഡോക്ടർക്കും പങ്കുണ്ടെന്ന് അയാൾ അറിഞ്ഞിരിക്കും. സത്യനേശൻ ഞെട്ടി വിയർത്തു. തല കറങ്ങി. അർജുനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അയാൾ കേരളത്തിൽ വന്നതും അറിയാം. പക്ഷേ 50 ലക്ഷം രൂപ സ്വീകരിച്ചതും സുന്ദര റെഡ്ഡിയെ കൊന്നതും സത്യം തന്നെ എന്ന് വെച്ച് അതിന് ഇങ്ങനെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ചിന്തിച്ചത് പോലുമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. താനും ഇതിൽ പങ്കാളിയാണെന്ന് ആർക്കെങ്കിലും അർജുന്റെ കാതുകളിൽ കൊടുത്തിട്ടുണ്ടാവുമോ? എങ്കിൽ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് അയാൾക്ക് ഇരിപ്പുറച്ചില്ല. ഇന്നിനി മറ്റൊന്നിലും മനസ്സ് തങ്ങി നിൽക്കില്ല. അയാൾ എണീറ്റു. വീട്ടിലേക്ക് പോവുക തന്നെ. പൊടുന്നടനെ ഒരപശകുനം പോലെ ഫോൺ ശബ്ദിച്ചു. ഡോക്ടറുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. കൈ റിസീവറിലേക്ക് നീണ്ടു. തൻ്റെ വിരലുകൾ വിറയ്ക്കുന്നത് അയാൾ അറിഞ്ഞു. ഹലോ, ഡോക്ടർ സത്യനേശൻ? യെസ് ഡോക്ടർ, വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ്. നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ കൂടി അറിയരുത്. നിങ്ങൾ ആരാണ്? പറയാൻ ഡോക്ടർ. ആദ്യ സംഗതി. യെസ് ടെൽ മീ. താങ്കളുടെ പേഷ്യൻറ്റിൽ ഒരാളെ ഒന്ന് കൊന്നു തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? അപ്പുറത്ത് മുഴക്കമുള്ള ചിരി കേട്ടു. വേണ്ട, മുഖം മൂടിയൊന്നും എൻ്റെ മുമ്പിൽ വേണ്ട. പണം കിട്ടിയാൽ താങ്കൾ എത്ര പേരെ വേണമെങ്കിലും കൊല്ലുമെന്ന് എനിക്കറിയാം. ഡോക്ടർ വിറച്ചുപോയി. തൊണ്ടയിലെ ജലം വറ്റി വരണ്ടിരുന്നു. പറഞ്ഞു വന്നതിന് ഒരനുബന്ധം എന്നതുപോലെ അപ്പുറത്തു നിന്നും വീണ്ടും കേട്ടു. എൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണം. നിങ്ങൾ ആരാണ്? ഞാൻ അർജുൻ. അപ്പുറത്തു നിന്ന് ഇടുന്ന ശബ്ദം ഒരു സ്റ്റൈൻ ഗണ്ണിൽ നിന്ന് വരുന്ന വെടിയുണ്ടകളായി ഡോക്ടർ സത്യനേശന്റെ കാതിൽ തുളഞ്ഞിറങ്ങി. ഡോക്ടർ സത്യനേശന്റെ തൊണ്ടയിൽ വാക്കുകൾ മരിച്ചു വീണു. റിസീവറും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രതിമ കണക്കെ ചലനമറ്റ് നിൽക്കുകയാണ് അയാൾ. ഹലോ ഹലോ. അപ്പുറത്തു നിന്ന് അർജുന്റെ ശബ്ദം. സുന്ദര റെഡ്ഡിയുടെ ജീവന് 50 ലക്ഷം രൂപയെ വിലയുണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ 1 കോടി ഞാൻ തന്നേനെയല്ലോ. സത്യനേശൻ പതറി നിൽക്കുകയാണ്. അർജുൻ തുടർന്നു. അതുകൊണ്ട് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. തെറ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാത്തവനാണ് ദൈവം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനായി ആ ജോലി ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ഡാഡിക്കൊരു കൂട്ടായി നിങ്ങളും പോവുക. ആ ശബ്ദം ആയിരമായി കാതുകളിൽ വന്നലച്ചു. റിസീവർ പിടിച്ചിരുന്ന വിരലുകൾ വിറച്ചു. റിസീവർ വഴുതി തറയിൽ വീണു. എന്ത് വേണമെന്നറിയാതെ അപ്പോഴും തളർന്നു നിൽക്കുകയായിരുന്നു ഡോക്ടർ സത്യനേശൻ. മരണത്തിന്റെ കൈകൾ തന്നെ ഒരു വലയമായി പൊതിഞ്ഞിരിക്കുന്നത് അയാൾ അറിഞ്ഞു. രാത്രി കനക്കുകയാണ്. ഡോക്ടേഴ്സ് ഗാർഡനിലുള്ള സത്യനേശന്റെ വീട്ടിൽ ലൈറ്റുകൾ എരിഞ്ഞു. തന്റെ പേഴ്സണൽ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുകയാണ് സത്യനേശൻ. മുന്നിൽ ടീപ്പോയിലിരിക്കുന്ന വിസ്കി കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് തുരുതുരെ മദ്യം പകർന്നുകൊണ്ടിരുന്നു. നാശം, എത്ര കുടിച്ചിട്ടും തലയ്ക്ക് പിടിക്കുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. അർജുനൻ ഏതു നിമിഷവും വന്നേക്കാം.
തനിക്ക് മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞ അയാളിൽ നിന്നും ദയയുടെ ഒരു കണിക പോലും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ തന്നെ സഹായിക്കാൻ ആരുമില്ല. സുകുമാരൻ നായരും ഹൈദറും എല്ലാം കൈയൊഴിഞ്ഞിരിക്കുന്നു. പണം തന്നാണ് അവർ ജോലി ചെയ്യിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഇനി എന്തുണ്ടായാലും അതും സ്വയം ഹാൻഡിൽ ചെയ്തു കൊള്ളണമെന്ന്. നന്ദിയില്ലാത്ത തെണ്ടികൾ. ഇപ്പോൾ അവരും ആഗ്രഹിക്കുന്നത് തൻ്റെ മരണമാണെന്ന് സത്യനേശന് തോന്നി. താൻ കൂടി ഇല്ലാതായാൽ പിന്നീട് ആരും ഈ കൊലപാതകത്തെക്കുറിച്ച് അറിയില്ലല്ലോ. എന്നാൽ മറ്റൊരിടത്ത് ഹൈദർ അപ്പോൾ വേറെ ചില പദ്ധതികൾ രൂപം നൽകുകയായിരുന്നു. ഹൈദറുടെ മുൻപിൽ അൻസാർ എന്ന ഗുണ്ടാത്തലവൻ കാതു കൂർപ്പിച്ചു നിന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ന് ഏത് സമയത്തും അർജുൻ സത്യനേശന് തേടിയെത്തും. ആ സമയം നിങ്ങൾ അവിടെ ഉണ്ടാകണം. ഡോക്ടറെ രക്ഷിക്കാനല്ല, അയാളെ കൊന്നിട്ട് തിരികെ വരുന്ന അർജുനെ ശിക്ഷിക്കാൻ. ഇത്തവണ നിന്റെ സ്റ്റൈൻ ഗണ്ണിൽ നിന്ന് പുറത്തു വരുന്ന ബുള്ളറ്റുകൾക്ക് ലക്ഷ്യം പിഴച്ചുകൂടാ. അൻസാറിന്റെ മുടിയിഴകൾ ഇളകി, കണ്ണുകളിൽ ക്രോധം കത്തി ജ്വലിച്ചു. ഇനി മറ്റാർക്കും കൊടുക്കില്ല. എന്റെ കൈകൾ കൊണ്ട് തന്നെ അവന്റെ മരണം. ഹൈദർ കൗതുകത്തോടെ അൻസാറെ നോക്കി നിന്നു. അയാളെ ഇത്രയും കോപത്തോടെ കാണുന്നത് ആദ്യമായാണ്. അതിനർത്ഥം അൻസാറിന്റെ മനസ്സിൽ മായ്ക്കാൻ പറ്റാത്ത പരാജയത്തിന്റെ മുറിവുകൾ അർജുൻ സമ്മാനിച്ചിരിക്കുന്നു. ഇനി അൻസാർ ആഞ്ഞടിക്കും. ഹൈദർക്ക് ഉറപ്പ്. രാത്രി കൂടുതൽ കനത്തു. ഡോക്ടേഴ്സ് ഗാർഡൻ നിശബ്ദമായി. സത്യനേശന്റെ പേഴ്സണൽ റൂമിൽ അപ്പോഴും ലൈറ്റ് എരിയുന്നുണ്ടായിരുന്നു. അയാൾ അത്താഴം പോലും കഴിച്ചില്ല. കുടിയോടുകൂടി തന്നെ സമീപത്തെവിടെയോ ഒരു വാഹനം ബ്രേക്ക് ഇട്ടതുപോലെ അയാൾക്ക് തോന്നി. അറിയാതെ മനസ്സിലേക്ക് ഒരു നടുക്കം പാറി വീണു. അർജുനായിരിക്കുമോ? പക്ഷേ ആ വാഹനത്തിൽ നിന്നിറങ്ങിയ രൂപങ്ങൾ പൊടുന്നനെ അങ്ങിങ്ങായി ഒളിച്ചു കഴിഞ്ഞു. അൻസാറും സംഘവുമായിരുന്നു അത്. അർജുൻ ഏത് നിമിഷവും എത്തിച്ചേരുന്നതും ഡോക്ടറെ വധിക്കുന്നതും കാത്ത് അവർ ഇരുന്നു. ഉറങ്ങാൻ ഭാവിക്കുകയായിരുന്നു ഹൈദർ. തൻ്റെ കുട്ടികൾ തനിക്ക് പ്രിയപ്പെട്ട വാർത്തയുമായി ഏത് നിമിഷവും എത്തിച്ചേരുന്ന അയാൾക്കറിയാമായിരുന്നു. ഹൈദറുടെ കുട്ടികൾ അർജുനെ വകവരുത്തുക. നാളത്തെ പത്രങ്ങൾക്ക് അത്യുഗ്രം വാർത്തയായിരിക്കണം. അയാളുടെ ചുണ്ടുകളിൽ വന്യമായൊരു മന്ദഹാസം മുട്ടിട്ടു. ഇതെന്താ തന്നെത്താൻ ചിരിക്കുന്നത്? ഹൈദറുടെ ബേബി അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതൊന്നും പറഞ്ഞാൽ എൻ്റെ തങ്കക്കുടത്തിന് മനസ്സിലായി എന്ന് വരില്ല. അയാൾ അവളെ അടുക്കി പിടിച്ചു. ഒരു ഹോറ് തന്നെയാണ് ഹൈദറുടെ ബീവി. 30 വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും 17ന്റെ മൊഞ്ചാണ്. കിടപ്പറയിലെ പടക്കുതിരയാണവൾ. ഹൈദർ ഒരാളുടെ മുന്നിലെ തല കുനിച്ചിട്ടുള്ളൂ. അത് അവളുടെ മുന്നിലാണ്, സുൽഫത്തിന്റെ മുന്നിൽ. സുൽഫത്ത് ഹൈദറെ അടക്കം പുണർന്നു. ഇരുവരും കിടക്കയിലേക്ക് വീണു. സുൽഫത്തിന്റെ വലത് കൈ ബെഡ്റൂം ലാമ്പിന്റെ സ്വിച്ചിലേക്ക് ഇഴഞ്ഞു. പൊടുന്നനെയാണ് ഇരുവരെയും അലസോരപ്പെടുത്തിക്കൊണ്ട് ഫോണിന്റെ ശബ്ദമുയർന്നത്. സുൽഫത്ത് അണപ്പല്ല് കടിച്ചമർത്തി. നാശം! ഈ കുന്ത്രാണ്ടം കിടപ്പുമുറിയിൽ നിന്ന് എടുത്തു മാറ്റാമെന്ന് ഞാൻ എത്ര കാലമായി പറയുന്നു. രാത്രിയിൽ പോലും മനുഷ്യന് സ്വസ്ഥത തരില്ലെന്ന് വെച്ചാൽ. ഹൈദർ സാവധാനം എണീറ്റ് റിസീവർ എടുത്തു. ഹലോ. ഭാര്യയുടെ ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും നീയെന്ന് എനിക്കറിയാം. ആ ശബ്ദത്തിന്റെ ഉടമയെ ഹൈദർ തിരിച്ചറിഞ്ഞു. അർജുൻ. സ്കൗണ്ട്രൽ, അയാൾ അലറി. അത് നിന്റെ ബാപ്പയുടെ പേര്. ഇനി എന്റെ പേര് പറയടാ. അർജുന്റെ മുഴക്കമുള്ള ചിരി റിസീവറിൽ മുഴങ്ങി. ഹൈദറുടെ കണ്ണുകൾ ചുട്ടുപഴുത്തു. നിന്റെ ആൾക്കാർക്ക് യാതൊരു പണിയുമില്ലെങ്കിൽ വല്ല കടൽ തീരത്തേക്കും പറഞ്ഞു വിടടാ, മണൽത്തരികൾ എണ്ണാൻ. ഹൈദർക്ക് കോപം അടക്കാനായില്ല. നിനക്കിപ്പോൾ എന്ത് വേണമടാ നായിന്റെ മോനെ? എനിക്ക് വേണ്ടത് പറഞ്ഞാൽ നീ തരുമോ? സാരമില്ല, തന്നില്ലേലും ഞാൻ വാങ്ങിക്കൊള്ളാം. പിടിച്ചു വാങ്ങുന്നതാണ് അർജുന്റെ രീതി. നിന്റെ ഭാര്യ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അവളെ എനിക്കൊന്ന് വേണം. ആ പടക്കുതിരെ. ഷട്ടപ്പ് ബാസ്റ്റർ. എന്താ പറഞ്ഞപ്പോൾ തന്നെ വേദനിച്ചോ? അപ്പോൾ സംഗതി നേരി കാണുമ്പോഴോ? അർജുന്റെ ശബ്ദത്തിലുണ്ടായ മാറ്റം ഹൈദർ തിരിച്ചറിഞ്ഞു. യെസ് മിസ്റ്റർ ഹൈദർ. അർജുൻ പാഴ്വാക്ക് പറയാറില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അതാണ് അർജുന്റെ രീതി. സുന്ദര റെഡ്ഡിയുടെ ശരീരം തലസ്ഥാനത്തെ നിരത്തുകളിലൂടെ വലിച്ചഴക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നോളൂ. ഏത് നിമിഷവും അതിനേക്കാൾ മൃഗീയമായ രീതിയിൽ ഹൈദറുടെ ശരീരവും ഇവിടുത്തെ നിരത്തുകളിലൂടെ വലിച്ചഴക്കപ്പെടും. അതിനുള്ള വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിൽ കോറിയിട്ടേക്കൂ. അതുപോലെ അർജുന്റെ പെങ്ങൾ ഹൈദറുടെ താവളത്തിൽ മാനത്തിന് വേണ്ടി അലമുറ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷുവർ ഹൈദർ, നിന്റെ ഭാര്യ എന്റെ മുമ്പിൽ അതേ ആവശ്യത്തിന് വിലപിക്കും. അതുവരെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ? ജീവിക്കുമടാ, ജീവിക്കും. സുന്ദര റെഡ്ഡി അല്ല, ഇത് അർജുനാണ്. ഈ നാട്ടിലെ പോലീസും അധികാരി വർഗങ്ങൾ അപ്പാടെ എന്റെ പിന്നാലെ ഉണ്ടല്ലോ. പക്ഷേ അർജുന്റെ ഒരു രോമത്തിൽ തൊടാൻ ഒരുത്തനും കഴിയില്ല. അങ്ങനെ വന്നാൽ അവൻ പിന്നീട് ഈ ഭൂമിയിൽ കാണില്ല.
അർജുന്റെ വാക്കുകളുടെ ശക്തി ഹൈദറെ തളർത്തിക്കളഞ്ഞു. സുൽഫത്ത് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്കും തോന്നി. ഞൊടിയിടയിൽ അവൾ അയാളുടെ കയ്യിൽ നിന്ന് റിസീവർ തട്ടിപ്പറിച്ചു. ആരടാ നീ? കുറെ നേരമായല്ലോ മൂപ്പിക്കുന്നു. നിന്റെ ബാപ്പയാടി ഞാൻ. അപ്പുറത്ത് നിന്ന് മറുപടി കേട്ടപ്പോൾ അവൾക്ക് തന്റെ മുഖമടച്ചൊരടി കിട്ടിയതുപോലെ തോന്നി. സുൽഫത്തെ, നീ? ഹൈദർ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവൾ കൈകൊണ്ട് വിലക്കി. പിന്നെ അർജുനോട് തിരക്കി. നിനക്ക് മുന്നിൽ വന്നു നിന്ന് സംസാരിക്കാൻ ഭയമായിട്ടല്ലേടാ ഫോണിനപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്നത്? ഞാൻ നിന്റെ മുമ്പിൽ വരുന്നുണ്ടടി, പക്ഷെ അത് സംസാരിക്കാനല്ല, നിന്റെ ഒടുക്കത്തെ ദാഹം തീർക്കാൻ. ഹൂ, അധോലോക നേതാവിന്റെ ഭാര്യ തെരുവേശിയായി തഴം താരാടി. കൊടുക്ക് നിന്റെ ഭർത്താവ് ആ ബാസ്റ്ററിന്റെ കയ്യിലേക്ക് ഫോൺ. സുൽഫത്ത് ദയനീയമായി ഭർത്താവിനെ നോക്കി. അയാൾ റിസീവർ വാങ്ങി. ഇപ്പോൾ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനായിരുന്നു, അത് വിട്ടുപോയി. നിന്റെ ആൾക്കാരെന്തിന് ഈ മഞ്ഞുള്ള സമയത്ത് ഡോക്ടർ സത്യനേശന്റെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുന്നത്? അയാളെ രക്ഷിക്കാനോ അതോ എന്നെ നേരിടാനോ? എങ്കിൽ ഹൈദർ ഒന്നോർത്തോ, അർജുനെ ഇല്ലാതാക്കാൻ പറ്റിയ ആയുധങ്ങളൊന്നും ഇപ്പൊ നിന്റെ പക്കലില്ല. ഇനി ഉണ്ടാക്കിയാലും പ്രയോജനമില്ല. ഫോൺ കട്ടായി. ഹൈദർ നെറ്റി ചുളിച്ചു. അർജുൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നിനി അയാൾ അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഹൈദർ ഒരുക്കമായിരുന്നില്ല. നേരം പുലരാറായപ്പോഴാണ് അൻസാറും സംഘവും അടങ്ങിയത്. താൻ സെറ്റിയിൽ തന്നെയാണ് കിടന്നതെന്ന് രാവിലെ ഉണർന്നപ്പോഴാണ് ഡോക്ടർ സത്യനേശൻ അറിഞ്ഞത്. ഒരുപാട് വൈകിയിരിക്കുന്നു, ഇന്ന് ഹോസ്പിറ്റലിൽ പോയേ മതിയാകൂ. ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് നോക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. കുളി കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി. ഈ സമയം മുറ്റത്തൊരു അംബാസിഡർ കാർ വന്നു നിന്നു. അതിൽ നിന്ന് വൃദ്ധനായ ഒരു ക്രിസ്തീയ വൈദികനിറങ്ങി. പുറത്തേക്ക് വന്ന സത്യനേശൻ അച്ഛനെ കണ്ടു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അദ്ദേഹം ചിരിച്ചു. എന്നെ അത്യാവശ്യമായി ഒന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ പോയാൽ മതി. അനുസരിക്കാതെ അയാൾക്ക് കഴിയില്ലായിരുന്നു. അച്ഛനെയും കൂട്ടി അയാൾ തന്റെ കൺസൾട്ടിംഗ് റൂമിലെത്തി. എന്താണ് അച്ചോ അസുഖം? എന്റെ ഇവിടെ ഒരു വേദന എന്ന് പറഞ്ഞതും അച്ഛൻ ലോഹയ്ക്കിടയിൽ നിന്ന് ഒരു പിസ്റ്റൽ വലിച്ചെടുത്തു. അത് കണ്ട് സത്യനേശൻ നടുങ്ങി. അച്ഛൻ പറഞ്ഞു, ഐ ആം അർജുൻ. തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം. ഡോക്ടർ സത്യനേശന് അലറിക്കരയണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അപ്പോഴേക്കും അർജുൻ റിവോൾവറിന്റെ ബാരൽ അയാളുടെ വായിലേക്ക് കുത്തി തിരികെ കഴിഞ്ഞിരുന്നു. ഡോക്ടർ, ഇനി നിങ്ങൾ എന്ത് വേണമെന്ന് ഞാൻ പറയാം. പൂച്ചയുടെ മുന്നിൽ അകപ്പെട്ട എലിയെപ്പോലെ സത്യനേശൻ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ കൈകൂപ്പി. എന്തോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും വായ്ക്കുള്ളിൽ റിവോൾവർ ആയിരുന്നില്ല, കഴിഞ്ഞില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ജീവൻ രക്ഷിക്കണമെന്ന്. അതിന് സാധ്യമല്ല. കാരണം ജീവൻ നിലനിർത്തേണ്ട നിങ്ങൾ തന്നെയാണ് 50 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോൾ എൻ്റെ ഡാഡിയെ കൊലപ്പെടുത്തിയത്. നിമിഷങ്ങൾ. സത്യനേശൻ വിയർപ്പിൽ കുളിച്ചു. അർജുൻ അയാളെ അല്പം പിന്നിലേക്ക് നിർത്തിക്കൊണ്ട് പേഴ്സണൽ റൂമിന്റെ വാതിൽ അകത്തു നിന്ന് ബന്ധിച്ചു. ഇത് നമ്മൾ തമ്മിലുള്ള കണക്ക്. ഇതിൽ മറ്റുള്ളവരെ വലിച്ചഴിക്കുന്ന എന്തിനാ? അർജുൻ തന്റെ താടിയും മുടിയും വലിച്ചു മാറ്റി. സത്യനേശൻ അയാളെ ആദ്യം കാണുകയായിരുന്നു. അയാൾ റിവോൾവർ മാറ്റിയിട്ട് പതിഞ്ഞതെങ്കിലും കടുത്ത സ്വരത്തിൽ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും മുഖാമുഖം. എന്നെ കൊല്ലരുതേ അർജുൻ. ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. പണമോ? അർജുൻ ചിരിച്ചു. സമ്പാദ്യം എത്രയുണ്ടെന്ന കണക്ക് പോലും അറിയാത്ത എന്നോടാണോ നീ ഇങ്ങനെ പറയുന്നത്? അർജുന്റെ വലത് കൈ ഉയർന്നു. ശക്തി മുഴുവൻ നടുവിരലിലേക്ക് ആവാഹിച്ചു. എന്താണെന്ന് ഡോക്ടർ മനസ്സിലാക്കും മുമ്പ് ആ കൈ താണു വന്നു. നടുവിരൽ ഡോക്ടറുടെ തൊണ്ടക്കുഴിയിൽ ഒരിടി മിന്നലായി പുളഞ്ഞിറങ്ങി. നിലവിളിക്കാൻ സത്യനേശൻ മറന്നുപോയി. ഒരു സെക്കൻഡ്. വെട്ടിയിട്ട വാഴ കണക്കെ സത്യനേശന്റെ ശവശരീരം തറയിൽ വീണു. അപ്പോൾ അയാളുടെ കണ്ണുകൾ തുറച്ചു. നാവ് പുറത്തേക്ക് നീണ്ടും കാണപ്പെട്ടു. യാതൊരു ധൃതിയും കൂടാതെ അർജുൻ കൃത്രിമ മുടിയും താടിയും ഫിറ്റ് ചെയ്ത് പഴയ പുരോഹിതനായി. പിന്നെ വാതിൽ തുറന്ന് പുറത്ത് കടന്നപ്പോൾ വിസിറ്റിംഗ് റൂമിൽ ഡോക്ടറുടെ ഭാര്യ. അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അയാൾ പുറത്തേക്ക് നടന്നു. ഭാര്യ ഡോക്ടർ എന്തെടുക്കുന്നെന്നറിയാൻ പേഴ്സണൽ റൂമിലേക്ക് കയറി. അർജുൻ കാറിൽ കയറിയപ്പോൾ കേട്ടു ഡോക്ടറുടെ ഭാര്യയുടെ നിലവിളി. കാർ നിലം തൊടാതെ പാഞ്ഞു. വാട്ട്? DIG അരുണിന് ആ വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ തരിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഡോക്ടർ സത്യനേശൻ മരിച്ചിരിക്കുന്നു. അർജുൻ ആഞ്ഞടിക്കുകയാണ്. അറിയാതൊരു നടുക്കം DIGയുടെ മനസ്സിലേക്കും പാളി വീണു. അർജുന്റെ ഹിറ്റ് ലിസ്റ്റ് താനും ഉണ്ടാകുമെന്ന കാര്യത്തിൽ അരുണിന് സംശയമേ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ 1-2 കൂടി കഴിഞ്ഞു.
അർജുനെ തേടി പോലീസും ഒപ്പം ഹൈദറുടെ ആൾക്കാരും പാഞ്ഞു നടന്നു. പക്ഷെ അയാൾ എവിടെ? അതിനുത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. എങ്കിലും അയാൾ തങ്ങളുടെ മൂക്കിന് താഴെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു. ഏതു നിമിഷവും തങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞു വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി രംഗനാഥിനും ആഭ്യന്തരമന്ത്രി സുകുമാരൻ നായർക്കും തോന്നി. ഇതിപ്പോ എത്ര നാളെന്ന് വിചാരിച്ചാ നമ്മൾ അവനെ പേടിച്ച് കഴിയുന്നത്? അത് നടക്കത്തില്ല. എങ്ങനെയും അവനെ ഇരുമ്പഴിക്ക് പിന്നിൽ ഒതുക്കണം. രംഗനാഥ് സുകുമാരൻ നായരുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ അവൻ മുന്നിൽ വന്നു നിന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതാണെന്ന്. സുകുമാരൻ നായർക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ ഇങ്ങനെ ആക്കിയത് താൻ ഒരുത്തനാണ്. ദേ, കുറ്റം മുഴുവൻ എന്റെ മണ്ടയിലാക്കിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കല്ലേ. ഒക്കെ നമ്മളെല്ലാം ആലോചിച്ച് തന്നെ ചെയ്തതാ. പക്ഷേ ഈ നശിച്ചവനെ എവിടേക്ക് കെട്ടിയെടുക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? ഒന്ന് നിർത്തി. രംഗനാഥിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാതെ സുകുമാരൻ നായർ തുടർന്നു. സുന്ദര റെഡ്ഡി ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ഇപ്പോൾ ഈ കസേരകളിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് സത്യമാണെന്ന് രംഗനാഥിനും അറിയാം. ശക്തനായ ഒരു പോലീസ് ഓഫീസറെ അവനെതിരെ നീക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. തൃശൂരിൽ നിന്നും SP കമൽദാസ് ഇന്നെത്തും. കമൽദാസ്? ആ പേര് രംഗനാഥ് കേട്ടിട്ടുണ്ട്. അയാൾ ഒരു ധിക്കാരിയല്ലേ, ആരെയും കൂസാത്തവൻ. അവനെ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് തലവേദനയാകില്ലേ? ഇന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവരിൽ നമുക്ക് ഏറ്റവും പറ്റിയവൻ കമൽദാസ് തന്നെയാണ്. അർജുൻ ശക്തനായ എതിരാളി. ഒന്ന് നമ്മൾക്ക് ഇപ്പോഴേ മനസ്സിൽ കുറിച്ചു വെക്കാം. എല്ലാം കഴിയുമ്പോൾ 2 പേരിൽ ഒരാൾ മാത്രമേ അവശേഷിക്കൂ. അതാരായാലും നമുക്ക് ഒരുപോലെ ഉള്ളൂ. രംഗനാഥ് തലയിളക്കി. ഏതായാലും വന്നത് വന്നു. ഇനി സൂക്ഷിക്കേണ്ടത് തങ്ങളുടെ ജീവനാണ്. തൃശൂരിൽ നിന്ന് കാറിലാണ് SP കമൽദാസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. കാറിൽ അയാളുടെ ഭാര്യയും അമ്മയും ഉണ്ടായിരുന്നു. കമൽദാസിന് 2 മക്കളാണ്, ഒരാണും പെണ്ണും. മകൻ 4ാം ക്ലാസ്സിലും മകൾ UKGയിലും പഠിക്കുന്നു. കോൺവെന്റിലായതിനാൽ അവരെ കൂട്ടാതെയാണ് ഈ യാത്ര. കമൽദാസിന്റെ പിതാവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു. ഒരിക്കൽ ബേപ്പൂർ കടപ്പുറത്ത് വെച്ച് സ്മഗ്ലേഴ്സുമായുള്ള ഏറ്റുമുട്ടല് വെടിയേറ്റ് വീഴുകയായിരുന്നു. ഉച്ചയായപ്പോൾ എറണാകുളത്തെത്തി. ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. വീണ്ടും യാത്ര. കമൽദാസ് തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. യാത്രക്കിടയിൽ ഇപ്പോഴത്തെ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് അയാൾ അമ്മയോടും ഭാര്യയോടും സംസാരിച്ചുകൊണ്ടിരുന്നു. ബോംബെ അധോലോക ചക്രവർത്തിയാണവൻ അർജുൻ. തന്റെ അച്ഛനെ കൊന്നവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. മന്ത്രിമാർക്കും ജീവനിൽ ഭയമായി തുടങ്ങിയിരിക്കുന്നു. അത് തന്നെ കാര്യം. സൂക്ഷിക്കണം കമൽ. കേട്ടെടുത്തോളം അവനൊരു ഭയങ്കരൻ തന്നെയാണ്, അമ്മ പറഞ്ഞു. കമൽദാസ് ചിരിച്ചു. ഇവിടെ ആഭ്യന്തരമന്ത്രി സുകുമാരൻ നായർ ഒരു കുറുക്കന്റെ വേഷമാണ് അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെയും അർജുനെയും കൂട്ടിയടിപ്പിക്കുക. ആര് മരിച്ചാലും അയാൾക്ക് ലാഭം തന്നെ. കാരണം തീർത്താൽ തീരാത്തൊരു കണക്ക് അയാൾക്ക് എന്നോടുണ്ടല്ലോ. ഒരിക്കൽ ലോക്കപ്പിലിട്ട് ഞാൻ അയാളെ മർദ്ദിച്ചതിന്റെ പക. നീതു ഭീതിയോടെ ഭർത്താവിനെ നോക്കി. എങ്കിൽ ചേട്ടൻ അർജുനുമായി ഇടയാൻ പോകണ്ട. അർജുന്റെ പിതാവിന്റെ കഴിവ് കൊണ്ട് മാത്രം മന്ത്രിയായ അവർ ആദ്യം അയാളെ തന്നെ വധിച്ചില്ലേ? വിശ്വസിക്കാൻ പാടില്ലാത്ത കൂട്ടരാ അവര്. കമൽദാസ് അവളെ നോക്കി കണ്ണിറുക്കി. നിനക്ക് പേടി തോന്നുന്നുണ്ടോ? അവൾ മിണ്ടിയില്ല. കാര്യങ്ങൾ എന്തൊക്കെയായാലും നിയമം കയ്യിലെടുക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല. കാർ ആലപ്പുഴയിലെത്തി. അവിടെ ഒരു മാരുതി വാൻ അവരെ പ്രതീക്ഷിച്ച് കിടപ്പുണ്ടായിരുന്നു. കമൽദാസ് അത് അറിഞ്ഞില്ല. കാർ നീങ്ങിയതോടെ വാനും പിന്നിലായി. തുരുതുരെ പായുന്ന വാഹനങ്ങൾക്കിടയിൽ ആ ഒരു വാൻ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. കാർ ഹരിപ്പാട്ടെത്തി. പൊടുന്നനെ മാരുതി വാനിൽ നിന്നും 2 തോക്കിൻ കുഴലുകൾ മുന്നോട്ട് നീണ്ടു. കാതടിപ്പിക്കുന്ന വെടിയൊച്ചകൾ മുഴങ്ങി. കമൽദാസിന് അപകടം മണത്തു. അയാളുടെ കാൽ ആക്സിലേറ്ററിൽ ആഞ്ഞമർന്നു. കാർ പാഞ്ഞു. അമ്മയുടെ നീതുവിന്റെ നിലവിളി അയാളും കേട്ടു. സീറ്റിൽ കുനിഞ്ഞിരുന്നോളൂ, അയാൾ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. മാരുതി വാനും അലറിപ്പാഞ്ഞു വരികയായിരുന്നു. നങ്ങ്യാർകുളങ്ങരയിലെത്തിയപ്പോൾ വീണ്ടും വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. കാറിന് പിന്നാലെ ഗ്ലാസ് ചിതറിപ്പോയി. കമൽദാസിന് റിവോൾവർ എടുക്കാനും നിറയൊഴിക്കാനുമുള്ള സാവകാശം കിട്ടിയില്ല. വെടിയുണ്ടകളേറ്റ് കാറിന്റെ ഡിക്കി അരിപ്പ പോലെ കിഴിഞ്ഞു കഴിഞ്ഞിരുന്നു. ഏതു നിമിഷവും അയാൾ മുന്നിൽ അപകടത്തെ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒട്ടും പതറിയില്ല. കാറിന്റെ വേഗത കുറച്ചതുമില്ല. ഇനി ഒരു പക്ഷേ ഒരു ബുള്ളറ്റ് തന്റെ ശിരസിന് നേരെ പാഞ്ഞു വന്നേക്കാം. പക്ഷെ അതുണ്ടായില്ല. റിയർ വ്യൂ മിററിലൂടെ നോക്കിയ കമൽദാസിന്റെ നെറ്റി ചൊളിഞ്ഞു. പിന്നിൽ ആ മാരുതി വാൻ ഉണ്ടായിരുന്നില്ല. അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളെ ഉപേക്ഷിച്ച് ശത്രുക്കൾ പോയോ? അതോ പുതിയ എന്തെങ്കിലും തന്ത്രം മെനയുകയാണോ അവർ? ഇനി നിവർന്നിരുന്നോളൂ. അയാളുടെ ശബ്ദം കേട്ടപ്പോഴാണ് സ്ത്രീകൾക്ക് ശ്വാസം നേരെ വീണത്. അവർ സീറ്റിൽ എണീറ്റിരുന്നു. സത്യമ്മയുടെ ശരീരത്തിൽ നിന്നും
മുത്തുമണികൾ പോലെ ഗ്ലാസിന്റെ ചിതറിയ ചില്ലുകൾ ഊർന്നു വീണു. ശത്രുക്കൾ ഇപ്പോഴേ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോടാ. ഭീതിയോടെ പിറകോട്ട് നോക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. കമൽദാസ് ചിരിച്ചു. ഇതൊക്കെ വെറും വിരട്ടലുകൾ മാത്രമാണമ്മേ. അല്ലടാ, അല്ല. അർജുൻ മോശക്കാരനല്ലെന്ന് കാട്ടിത്തന്നതാ നീ തിരിച്ചു പോകാൻ. അത് തന്നെയാ മോനെ നല്ലത്. നീ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുക്ക്. SP കമൽദാസിന്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? അച്ഛൻ അമ്മയ്ക്ക് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞു തന്നിട്ടില്ലേ? സത്യമ്മയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. ബേപ്പൂർ കടപ്പുറത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന രംഗമായിരുന്നു ആ മനം നിറയെ. താഴെ ചോരയിൽ കുളിച്ച് നിശ്ചലമായ ഒരു ശരീരം. അമ്മേ, കമൽദാസിന്റെ ശബ്ദം അവരെ ഉണർത്തി. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രഭാകരവർമ്മയുടെ മകന് പിന്മാറാൻ കഴിയുമോ? പ്രഭാകരവർമ്മ എന്ന പേര് സത്യമ്മയിൽ ഒരാവേശമായി പടർന്നിറങ്ങി. ജ്വലിക്കുന്ന ഭാവത്തിൽ അവർ മകനെ നോക്കി. കമൽ, സുന്ദര റെഡ്ഡി തന്നെ തിരിച്ചു വന്നാലും നീ പതറരുത്. സ്കൗണ്ട്രൽസിനെ ഒന്നും വെറുതെ വിടുകയും അരുത്. കമൽദാസ് പുഞ്ചിരിച്ചു. നീതു അമ്പരപ്പോടെ കമൽദാസിനെയും അമ്മയെയും മാറി മാറി നോക്കി. കമൽദാസ് അപ്പോൾ തങ്ങളെ ആക്രമിച്ചവർ വന്ന മാരുതി വാനിന്റെ നമ്പർ മനസ്സിന്റെ ഭിത്തിയിൽ കോറിയിടുകയായിരുന്നു. തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാൻ. കാർ കായംകുളത്തെത്തി. വെടികൊണ്ട കാർ പോലീസ് സ്റ്റേഷനിലിട്ട് മറ്റൊരു കാറിലായിരുന്നു അടുത്ത യാത്ര. തിരുവനന്തപുരത്തെത്തിയപ്പോൾ നേരം സന്ധ്യ. ഒരു കറുത്ത ഗ്ലാസിന് പിന്നിലെ 2 കണ്ണുകൾ കമൽദാസിനെ വലയം ചെയ്തു കഴിഞ്ഞു. കമാൻഡർ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ